ഇത്രയും ഭീകരയാണോ ഞാൻ? എന്നെ ഇങ്ങനെ ജീവിക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ, എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഇത്രയും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തക സ്ത്രീയുണ്ട് കേരളത്തിൽ? ഈ പോലീസ് എന്നെ എങ്ങനെ, നിങ്ങൾക്ക് ഞാൻ അതിന് വിശ്വസിപ്പ് തരാം. എന്റെ കൂടെയുള്ള IT കുട്ടികളുടെ കയ്യിൽ അതുണ്ട്. ഗൗരി അമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇത്രയും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിച്ച് അടിച്ച് തലപൊട്ടിച്ച് ഇവിടെ മുതൽ ഇവിടെ വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു LIT ഹോസ്പിറ്റലിൽ തൃശ്ശൂരില്. എന്നിട്ട് ഞാനത് നിങ്ങളോടെല്ലാവരോടും പറഞ്ഞ് എന്നെ ഇങ്ങനെയാക്കി, എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ? എപ്പോഴെങ്കിലും മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ എന്റെ ദുഃഖവും ദുരിതവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ ഞാൻ പറഞ്ഞോ? ഇല്ല. ഇന്നൊരു അവസരം വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് എന്നെ അവസാനിപ്പിക്കാനാണ് രാഷ്ട്രീയപരമായിട്ടെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടല്ലോ. പക്ഷേ ദൈവം, ഈശ്വരൻ, പ്രകൃതി അതുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു റിസൾട്ട് ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തതാണ്. ഇനി രണ്ടാമതൊരു ദുഃഖം കൂടി ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ ജില്ലാധ്യക്ഷൻ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. ജില്ലാധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല. സംസ്ഥാന ഘടകത്തിന് പോലും വളരെ അവസരം. കാരണം ഞാൻ ഒരു ആശുപത്രിയില് ഹെർണിയയുടെ സർജറി കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് പറഞ്ഞ് ഇരിക്കുന്ന ഒരാളായിരുന്നു. 1 മാസം കഴിയുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത്. മോദിജി തൃശ്ശൂരിൽ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ അഡ്വാൻസ് പ്രസംഗിച്ചു. ആ അഡ്വാൻസ് പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പുറകിൽ കർട്ടന് പിറകില് മോദിജി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് മോദിജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ താഴെ പോയി, ഞാൻ അവിടെ പോയി നിന്നു. മോദിജി കടന്നു വരുന്ന സമയത്ത് മോദിജി എന്നെ കണ്ടു. ആ സമയത്ത് ഞാൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, എന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സര രംഗത്തില്ല. കാരണം എന്താണ്? ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഹെർണിയ അത്ര വലിയ മാരകമായിട്ടുള്ള രോഗമായിട്ടല്ല, പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. സംസ്ഥാന അധ്യക്ഷനോടും ഞാൻ പറഞ്ഞു, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയോടും ഞാൻ പറഞ്ഞു, അഖിലേന്ത്യാ തലത്തിൽ നദ്ദാജി അറിയിച്ചു. എല്ലാവരെയും അറിയിച്ചതിന് ശേഷവും സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചല്ലോ, ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ചോദിച്ചു, അങ്ങനെ ഞാൻ മത്സരിച്ച് എനിക്ക് വയ്യാതായാൽ ആശുപത്രി ഉണ്ടല്ലോ, നോക്കാൻ പ്രവർത്തകരുണ്ടല്ലോ. ഇങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടിയത്. അപ്പൊ അങ്ങനെ മത്സര രംഗത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതില് ഈ ഗോപൻ എന്ത് പഠിച്ചു? ഗോപൻ മാവേലിക്കരയുടെ ചാർജ് ഏറ്റെടുത്തത് ഇന്നും ഇന്നലെയുമല്ല. എന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഗോപന് ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു, NDAയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപൻ തന്നെയാണ്. ഗോപൻ ആഗ്രഹിക്കുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഗോപനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്?